ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ കിട്ടണം. അന്ന് നല്ല രീതിയിൽ ജനൽ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ജനൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് എക്സ്പെൻസ് കുറച്ച് ജനലിൻ്റേതായ ലുക്ക് കിട്ടുന്ന രീതിയിൽ ജനലിൻ്റേതായ കാര്യങ്ങളെല്ലാം നടക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണെന്ന് നമ്മൾ നോക്കുക. ഇത് സ്റ്റെയറിൻ്റെ ഏരിയയാണ്. സ്റ്റെയറിൻ്റെ ഏരിയയിൽ നമ്മൾ ഒരു കോർണറിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നതെങ്കിൽ സ്റ്റെയറിൻ്റെ ഏരിയയിൽ നല്ല രീതിയിൽ പ്രകാശ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ ജനലുകളും ജാലികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രകാശം ഫുള്ളായിട്ട് വീടിൻ്റെ ഫുള്ളായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന വീടിൻ്റെ മൊത്തം ഏരിയയിൽ നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് പ്രകാശം കിട്ടും. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ കോളങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് പർഹോള സിസ്റ്റം പോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ കമ്പികളാണ് കൊടുത്തിരിക്കുന്നത്. ജനലിനല്ല കൊടുത്തിരിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പികൾ വെൽഡ് ചെയ്തിട്ട് പട്ടയമ്മ പിടിപ്പിച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റിൽ പട്ടയിൽ പിടിപ്പിച്ചതിന് ശേഷം തേക്കുന്നതിന് മുന്നേ കല്ല് കെട്ടി കഴിയുമ്പോൾ തേക്കുന്നതിന് മുന്നേ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഫുൾ തേച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ കിട്ടും. അതുമാത്രമല്ല എല്ലാം സ്ട്രോങ് ആയിരിക്കും. ഈ കമ്പികൾ വേണമെങ്കിൽ നമുക്ക് GA വെച്ച് ചെയ്യാം. ഇനി അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് കമ്പികൾ വെച്ചിട്ടും ചെയ്യാം. ഏതാണോ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചിട്ട് പൈസ കൂടുതലാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അത് GA പൈപ്പ് മാറ്റിയിട്ട് സ്ട്രോങ് ഇതുപോലെ തന്നെ സ്ക്വയർ കമ്പി വരുന്നുണ്ട്. ആ കമ്പി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കും. ഇനി അതല്ല GA ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ GAകളെല്ലാം തന്നെ ഒരേ അകലത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു പട്ട വരുന്നുണ്ട്. ആ പട്ടയിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിന് മുന്നേ ആ തേപ്പിന് മുന്നേ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ലെവലിൽ ഓരോ പൈപ്പ് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് പണിച്ചെലവും കാര്യങ്ങളൊക്കെ വരും. അതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ജാളി പോലെ സെപ്പറേറ്റ് വെൽഡ് ചെയ്തെടുത്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയയിൽ അത് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം കാര്യങ്ങൾ വീടിൻ്റെ അകത്തേക്ക് എപ്പോഴും പകൽ സമയങ്ങളിൽ നമുക്ക് കിട്ടും. അത് പ്രത്യേകമായിട്ടൊരു ലൈറ്റ് ഇടേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ആ ഏരിയയിലും സ്റ്റെയറിൻ്റെ ഏരിയയിലും നമ്മൾ താഴെയായിട്ടൊരു ജനലിൻ്റെ ഫ്രെയിമും കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഏരിയയിലും ജനൽ കിട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 പാളികൾ വരുന്ന ജനൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. നമ്മളിത് ഒന്നല്ലെങ്കിൽ ആദ്യമേ തന്നെ തീരുമാനിക്കണം പുറത്ത് ഗ്ലാസ് ഇടാനാണോ, അതായത് ഈ ജാളിയുടെ മുകളിലായിട്ട് പുറത്ത് ഗ്ലാസ് ഇടാനാണോ അതകത്ത് എന്തെങ്കിലും ചെയ്യാവുന്ന സിസ്റ്റമാണെന്നോ ആദ്യമേ തന്നെ തീരുമാനിക്കണം. ഇതിൻ്റെ ഏറ്റവും നല്ലത് പുറത്ത് ഗ്ലാസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്ത് ഗ്ലാസ് കാര്യങ്ങൾ വെച്ച് ഫിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ഫിക്സ് ചെയ്യുന്നില്ല അല്ലാതെ നമുക്ക് ഊരിയെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലുള്ള ടൈപ്പ് ഗ്ലാസിൻ്റെ ഫ്രെയിമുകൾ കിട്ടുന്നുണ്ട്. അത് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ചെളി പിടിച്ചിരിക്കുന്ന സമയത്ത് പ്രകാശം കടക്കാത്ത രീതിയിൽ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പ്രകാശം കടക്കാത്ത രീതിയിൽ ചെളി പിടിച്ചിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ നമുക്കത് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പുറത്ത് ഗ്ലാസ് വയ്ക്കുന്നത് നല്ലത്. അകത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ വരുന്ന ഏരിയയിൽ പൊടി പിടിച്ച് കിടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രെയിം ജസ്റ്റ് ഈ പറഞ്ഞ കമ്പികളെല്ലാം തന്നെ പട്ടയിൽ, അതായത് പട്ട എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായി, ആംഗ്ലെയർ പോലെ തന്നെ പട്ടയുണ്ട്, അതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് എങ്ങനെ ചെയ്താമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജനൽ ഫ്രെയിമുകളും നമുക്ക് ജനലിൻ്റെ ഏരിയകളിൽ അത്യാവശ്യം ലോ കോസ്റ്റ് രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനലുകളുടെ ഫ്രെയിമുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിയതിന് ശേഷവും ഈ പറയുന്ന രീതിയിൽ നമുക്ക് കട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജനലും ചെയ്യാം. പുറത്ത് നമ്മുടെ സ്ലൈഡിങ്ങിൻ്റെ ടൈപ്പ് ജനൽ വയ്ക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലോ ബഡ്ജറ്റിൽ നമുക്ക് നല്ല വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ജനലിൻ്റെ ഏരിയയിൽ നല്ലൊരു എമൗണ്ട് വരുന്നത് നമുക്ക് മാക്സിമം കുറച്ചെടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 3 പാളയുടെ ഒരു ജനൽ ഏകദേശം ഒരു 17,000-18,000 രൂപ വരുന്നത് നമുക്ക് ആവറേജ് ആ റേഞ്ച് വരുന്നത്, അതായത് ഇതിൻ്റെ ഫ്രെയിം മാത്രമാണ് ആ വരുന്നത്, നമുക്കൊരു 3,000 രൂപ 4,000 രൂപയിൽ 3 പാളയിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കട്ടയും കാര്യങ്ങളും പിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ജനലിൻ്റെ ഫ്രെയിം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day